എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. നമ്മൾ പൊതുവെ ഇവിടെ ചർച്ച ചെയ്യാറുള്ളത് ജീവിതമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ വിഷയങ്ങൾ, അതേപോലെ ആ ചെറിയ വിഷയങ്ങൾ, ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പര്യാപ്തമായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അനുഭവത്തിൽ വളരെ കടുപ്പമേറിയതും. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു സബ്ജക്റ്റിലേക്കാണ് പോകുന്നത്, ഡെത്ത് ക്ലീനിങ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡെത്ത് ക്ലീനിങ് എന്നൊരു വേർഡ്? കുറച്ച് ശാസ്ത്രീയമായ കാര്യമാണ്. കുറച്ച് പല പഠനങ്ങളും അതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. ഇന്ത്യയിലൊരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 68 വയസ്സാണ്. എങ്കിൽ കേരളത്തിലാവട്ടെ ഏകദേശം 75 വർഷവുമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 56 വയസ്സ് മുതൽ വിരമിക്കൽ പ്രക്രിയ ആരംഭിക്കുകയാണ്. 60 വയസ്സാകുന്നതോടുകൂടി വിരമിക്കൽ പ്രക്രിയ എന്നത് വ്യാപകമാകും. 60 വയസ്സാണ് നമ്മുടെ ഏത് ജോലിയിലാണെങ്കിൽ നമ്മുടെ വിരമിക്കുന്ന പ്രായം, മാക്സിമം പ്രായം 60 കണക്കാക്കിയിരിക്കുന്നു. ഇനിയുള്ളത് 2-3 ദശാബ്ദകാലമാണ്. വാർദ്ധക്യത്തിലെ സ്വസ്ഥതയും സമാധാനവും ആസ്വദിച്ച് ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അധിക ആളുകൾ. വാർദ്ധക്യ സമയത്ത് നമ്മുടെ ഈ റിട്ടയർ ആയി കഴിഞ്ഞാൽ ലൈഫിൽ, റിട്ടയർഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് പീസ്ഫുൾ ആയിരിക്കണം, വളരെ ഹാപ്പി ആയിരിക്കണം, അത് എൻജോയ് ചെയ്യാൻ പറ്റണം. നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ആ ഒരു വേവലാതിയും അനാരോഗ്യവും അതെല്ലാം കൂടി കൂടിക്കലർന്ന് നമ്മളെ ഒരു പ്രത്യേക അവസ്ഥയിലെത്തിക്കുന്ന ഒരു പ്രത്യേക സമയമാണ് ഈ 60 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ റിട്ടയർ ആയ ശേഷമുള്ള ആ സമയം. ആ സമയം നമ്മൾ എങ്ങനെയാണ് മാക്സിമം എൻജോയബിൾ ആക്കേണ്ടത്, എങ്ങനെയാണത് ആസ്വദിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ലോകത്ത് ഒരു സഞ്ചാരിയായിട്ട് വന്ന മനുഷ്യൻ അല്ലേ, ഒരു സഞ്ചാരിയാണ് നമ്മൾ, ഒരു ഇടത്താവളാണ് നമ്മുടെ ഈ ജീവിതം എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു സ്ഥലം കാണാൻ വന്ന ആൾ, അങ്ങനെ ഒരു സഞ്ചാരിയായ മനുഷ്യൻ തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടി നന്നായി ഒന്ന് ഒരുങ്ങി ജീവിക്കുന്നതിനെയാണ് നമ്മൾ ഈ ഡെത്ത് ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാർദ്ധക്യ അവസ്ഥയിലാണ് നമ്മുടെ ഈ ഡെത്ത് ക്ലീനിങ് എന്ന കാര്യങ്ങൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതുവരെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മുഴുകി നമ്മൾ അതിനെക്കുറിച്ച് കൂടെ ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും. പക്ഷേ ഡെത്ത് ക്ലീനിങ്ങിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റിന് ശേഷം ബാക്കിയുള്ള സമയം, മരിക്കുന്നവരെ, നമ്മുടെ ആയുസ് അവസാനിക്കുന്നവരെ നമ്മൾ എങ്ങനെ അതിനെ എൻജോയബിൾ ആക്കാം, ആസ്വാദ്യകരമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണത്. അപ്പോൾ ഒരു ശരാശരി ഇന്ത്യക്കാരൻ 60 വയസ്സ് കഴിഞ്ഞാൽ ഡെത്ത് ക്ലീനിങ് തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആവശ്യമില്ലാതെ മാനസിക അസ്വാസ്ഥ്യം ഉള്ള ജോലികൾ ഉപേക്ഷിച്ച് മാനസിക ഉല്ലാസം തേടേണ്ട സമയം. അങ്ങനെ നമ്മൾ മാനസിക ഉല്ലാസം തേടുകയാണ് വേണ്ടത്. ഈ 60 വയസ്സിന് ശേഷം നമ്മൾ ജോലി ചെയ്യുന്നതിന് അതിന് വിരമിച്ച ശേഷം ഉള്ള സമയം മാനസിക സമ്മർദ്ദമില്ലാതെ വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ചിന്തിക്കണം. മാനസിക ഉല്ലാസമാണ് ആ സമയത്ത്, ആസ്വാദനമാണ് നമുക്ക് വേണ്ടത്. ധനത്തിനോടുള്ള അമിതമായ ആവേശം കുറയ്ക്കണം. വായിക്കാനും പ്രകൃതി ചെലവഴിക്കാനും അതുപോലെ തന്നെ വിനോദത്തിന് എൻജോയ് ചെയ്യാനും കേട്ടോ കൂടുതൽ സമയം കണ്ടെത്തുക. ഓർക്കുക, തിരിച്ചു പോയേ പറ്റൂ. നമ്മൾ വന്നു കഴിഞ്ഞ് ഇവിടെ ഭൂമിയിൽ നമുക്ക് ഭൂമി വിട്ട് തിരിച്ച് പോയേ പറ്റൂ. 65-75 മാക്സിമം 85 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നവരുണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 68 വയസ്സാണ് നമ്മുടെ പരമാവധി ഇന്ത്യക്കാർ പറഞ്ഞിട്ടുള്ളത്. അത് നാടിൻ്റെ ഇതനുസരിച്ചൊക്കെ ചിലപ്പം 75 വയസ്സ് വരെ, 85 വയസ്സ് വരെയും 92 വയസ്സ് വരെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 65 കഴിഞ്ഞാൽ പൊതുവെ യാത്രയും മറ്റൊക്കെ പ്രയാസം, രോഗങ്ങൾ, ദുർബലമായ ശരീരം, അതിനു മുമ്പ് എന്തൊക്കെ ആസ്വദിച്ചും സന്തോഷിച്ചും ജീവിക്കാമോ അതായിരിക്കും നമ്മുടെ ആ ഒരു ഡെത്ത് ക്ലീനിങ്ങിൽ പെടുന്ന കാര്യം. അതുമാത്രമായിരിക്കും നമുക്ക് മെച്ചം എന്ത് കിട്ടിയെന്ന് വെച്ചാൽ പറയാനുള്ളത്. 70 വയസ്സ് വരെ അധ്വാനിച്ച് പണമുണ്ടാക്കിയാൽ അടുത്ത തലമുറ നിങ്ങൾക്ക് നഷ്ടമായ സുഖജീവിതം അവരാസ്വദിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അത്ര ഓർക്കുക. 2-3 ദശാബ്ദങ്ങളിൽ നീക്കാവുന്ന വാർദ്ധക്യത്തിലെ ജീവിതം അവനവന് കംഫർട്ടബിൾ ആയിരിക്കണം.
മറ്റുള്ളവർക്കും കംഫർട്ടബിൾ ആയിരിക്കണം. ആർക്കും നമ്മളൊരു ഡിപ്പെൻഡബിൾ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാവരുത്, ആർക്കും ഒരു ബാധ്യതയാവരുത്. അതുപോലെ തന്നെ ഡെത്ത് ക്ലീനിങ്ങിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇതിനുള്ള ഒരു ഒരുക്കമാണ്. നമ്മൾ ഈ തൊഴിൽ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാറുണ്ട് അല്ലേ? ഒരു ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നാളെ എനിക്ക് ജോലിക്ക് പോകണം, അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കണം, എൻ്റെ ജീവിത ചിട്ടകളൊക്കെ ഞാൻ എങ്ങനെ ക്രമീകരിക്കണം എന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിച്ചൊരു പ്ലാൻ ചെയ്യും മനസ്സിൽ. ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇത്ര മണിക്ക് കുളിക്കണം, ഭക്ഷണം കഴിക്കണം, പിന്നെ യാത്രയ്ക്ക് എത്ര സമയം എടുക്കും, അവിടെ എത്ര മണിക്ക് എത്തണം, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യില്ലേ? അത് മാനസികമായിട്ട് ശാരീരികമായിട്ട് നമ്മൾ ഒരുങ്ങും. അതുപോലെ വാർദ്ധക്യകാല ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം വിദേശ രാജ്യങ്ങളിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും ഇവിടെ ഇനിയും അത് അത്ര സാർവത്രികമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പൊതുവെ എല്ലാവരും അംഗീകരിച്ചില്ല ആ കാര്യം, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇത്രയും നാളത്തെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു. ഇനിയുള്ള ജീവിതം പോരാട്ടമല്ല, കഴിച്ചുകൂട്ടൽ അല്ല, ലളിതമായി ആസ്വദിക്കലാണ് എന്ന ചിന്തയാണ് ഡെത്ത് ക്ലീനിങ്ങിൻ്റെ പിന്നിലുള്ളത്. ഇത്രയും കാലം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മളെ ഭാവിയിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ സമ്പാദിക്കുന്നതും ജോലി ചെയ്തിട്ട് ഓട്ടത്തിലായിരുന്നു. എങ്കിലിപ്പോൾ അത് ഓട്ടത്തിലല്ല, ഈ സമയം നമ്മൾ ആസ്വദിക്കുകയാണ് വേണ്ടത്. നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ്. ഒരു യാത്ര കഴിഞ്ഞു, നമ്മൾ രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഉച്ചയ്ക്ക് നമുക്ക് ആ റൂം വിട്ടിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ അതുവരെയുള്ള യാത്ര നമ്മൾ ആസ്വദിച്ചു, അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടെൻഷൻ എടുത്തിട്ട് കാര്യമില്ല, അതിനുള്ള പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പോകണം. ആഡംബരപൂർണമായ ജീവിതശൈലി ഇഷ്ടപ്പെട്ടിരുന്നവർ പോലും കൂട്ടായ്മകളിലൂടെ വാർദ്ധക്യത്തിലും ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. കേരളത്തിലെമ്പാടും മുളച്ചു വന്നുന്ന 1-2 മുറിയുള്ള സീനിയർ സിറ്റിസൺ ലിവിങ് ഹോമുകൾ, അതുപോലെ കെയർ ഹോംസ് ഉണ്ട്. കാലഘട്ടത്തിൻ്റെ പുതിയ ട്രെൻഡാണത്. വാർദ്ധക്യ ജീവിതം ആരംഭിക്കുന്ന മനുഷ്യരോട് ഇപ്പോഴും എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് മറുപടിയായി ഇനി എന്തോ ചെയ്യാനാ, ഇനി എന്നാ ചെയ്യാനാ, വയസ്സും പ്രായമൊക്കെ ആയി അടങ്ങി ഒതുങ്ങി ഇങ്ങനെ അങ്ങ് പോകണം എന്ന മറുപടിയാണ് പലപ്പോഴും ലഭിക്കുക. നിങ്ങൾ ആരോട് ചോദിച്ചാൽ അങ്ങനെ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരെ, നന്നായി ഒരുങ്ങി പോകേണ്ടത് തന്നെയല്ലേ, പോകേണ്ടതാണ്. പക്ഷെ ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ? നമുക്ക് ശരിക്കും ഒരുങ്ങിയിട്ട് പോകേണ്ടതുപോലെ തന്നെ അങ്ങോട്ട് പോകാം. എന്താ, ശരിയല്ലേ? അപ്പോൾ ഈ ഡെത്ത് ക്ലീനിങ് എന്ന ആശയം വിദേശ രാജ്യങ്ങളിൽ വ്യാപകമാകുന്നതിന് 2 ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് 2028 മാർഗരീറ്റ മഗ്നുസ, അത് ഇംഗ്ലീഷ് വേർഡാണ്, കുറച്ച് പ്രൊനൗൺസിയേഷൻ നമ്മൾ വ്യത്യാസം വരാം, എന്നൊരു സ്വീഡിഷ് വനിത എഴുതിയ ദ ജെൻറ്റിൽ ആർട്ട് ഓഫ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്ന പുസ്തകമാണ് തുടക്കം. ദ ജെൻറ്റിൽ ആർട്ട് ഓഫ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്ന പുസ്തകമാണ് ഈ ആശയത്തിൻ്റെ ഒക്കെ തുടക്കം കുറിച്ചത്. പിന്നീട് അമേരിക്കൻ ചാനൽ ഷോയിലൂടെ വൈറലായി മാറി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ശുചീകരണം എന്ന ആശയം മാത്രമല്ല ഡെത്ത് ക്ലീനിങ്ങിലുള്ളത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ലളിതവും സമാധാനപൂർണവുമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ചില ഒഴിവാക്കലുകളും ഈ ആശയത്തിന് പിന്നിലുണ്ട്. മനസ്സും ശരീരവും അതുപോലെ ഭൗതിക പരിസരവും ഈ ഒഴിവാക്കലിന് വിധേയമായിട്ട് ശുചീകരിക്കപ്പെടുന്നു നമ്മൾ ആദ്യമായിട്ട് എന്നതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതിനുശേഷം സമാധാനപൂർണവും സന്തോഷകരവും ലളിതവുമായ വാർദ്ധക്യകാല ജീവിതത്തിന് കളമൊരുക്കുന്നു. ഡെത്ത് ക്ലീനിങ്ങിന് മിനിമലിസം എന്ന ജീവിത രീതിയുമായിട്ട് കുറച്ച് സാമ്യതയുണ്ട്. നമ്മുടെ മരണശേഷം മക്കൾ നമ്മുടെ മുറി പരിശോധിച്ച് നമ്മൾ സംരക്ഷിച്ച് വെച്ചിരുന്ന വസ്തുക്കളൊക്കെ കണ്ടെത്തിയിട്ട് ഒരു 3 കാര്യങ്ങളായിട്ട് 3 സ്റ്റെപ്പായിട്ടാണ് അവർ ചെയ്യുക. അതെന്താണെന്ന് നോക്കാം നമുക്ക്. 1, ഉപയോഗശൂന്യമെന്ന് കാണുന്ന വസ്തുക്കൾ നശിപ്പിക്കുന്നു. ഇതാവശ്യമില്ലാത്തതാണ്, യൂസ്ലെസ് ആണ്, നമുക്കൊരു ഡംപ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ നശിപ്പിക്കുന്നു കുട്ടികൾ നമ്മുടെ കാലശേഷം. 2, മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകുമെന്ന് കാണുന്ന വസ്തുക്കൾ ആവശ്യക്കാരെ കണ്ടെത്തി വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകും, നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അത് മറ്റുള്ളവർക്ക് നമ്മൾ വീതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിൽക്കുകയോ അത് ഒഴിവാക്കുന്ന കാര്യം. പിന്നെ 3ാമത്തെ കാര്യം, സംരക്ഷിച്ച് വെക്കേണ്ടത് എന്തെന്ന് കണ്ടെത്തുന്ന വസ്തുക്കൾ സംരക്ഷിച്ച് വെക്കുന്നു. ഇത് നമുക്ക് എന്നേക്ക് വെക്കേണ്ടതാണ്. ഈ റെക്കോർഡ്സും ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഓർമ്മയ്ക്ക് വേണ്ടി അച്ഛൻ്റെയോ അമ്മയുടെയോ ഓർമ്മിക്കേണ്ടി വെക്കേണ്ട സാധനങ്ങളാണെങ്കിൽ നമ്മളത് മാറ്റി വെക്കുന്നു.
നമ്മൾ സംരക്ഷിച്ച് വന്നിരുന്നതും ഉപയോഗിച്ച് വന്നിരുന്നതുമായ വസ്തുക്കളിൽ മരണത്തിന് ശേഷം മക്കൾ നടത്തുന്ന ഇത്തരത്തിലൊരു തരംതിരിക്കലുണ്ട്, ഒരു സോർട്ട് ഔട്ട് ചെയ്യുന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ സോർട്ടിങ് ഔട്ട്. ഈ പ്രക്രിയക്കാണ് നമ്മൾ വാർദ്ധക്യകാലത്തിൽ തരംതിരിക്കൽ. ഈ ഒരു പ്രക്രിയയാണ് വാർദ്ധക്യകാലത്തിലെ ആരംഭത്തിൽ നമ്മൾ തന്നെ നടത്തി. ഈ 3 പ്രക്രിയകൾ നമ്മൾ തന്നെ നിർവഹിച്ച് ഒഴിവാക്കലുകൾ ഡെത്ത് ക്ലീനിങ്ങിൽ കൂടി വിജയകരമായി തുടർന്നുള്ള സമാധാനപൂർണമായ, സുരക്ഷിതമായ, ലളിതമായ വാർദ്ധക്യകാല ജീവിതത്തിന് വഴിയൊരുക്കുന്നു. മനസ്സിലായില്ലേ? നമ്മൾ തന്നെ ചെയ്യുക. നമ്മളെ മനഃശേഷം മക്കൾ ചെയ്യേണ്ടത് അവർ ചിന്തിച്ച് നോക്കി പരിശോധിച്ച് ചെയ്യുന്നതിന് പകരം മരിക്കുന്നതിന് മുമ്പ്, നമ്മളിവിടുന്ന് പോകുന്നതിന് മുമ്പ് വേണ്ടതും വേണ്ടാത്തതും തരംതിരിച്ച് നമ്മളതിനെ മാറ്റി അത് വേണ്ട പോലെ ചെയ്യണം. ജപ്പാൻ ഇതിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പണ്ട് ഒരു 5S ഉണ്ട്. ഓരോ സാധനങ്ങൾക്കും വെക്കേണ്ടതിന് അതായ സ്ഥാനം കണ്ടെത്തുക, വേണ്ടത് ഒഴിവാക്കുക, ഇങ്ങനെ കച്ചറ വൃത്തികേടായി മാറുന്ന ആവശ്യമില്ലാത്തൊക്കെ പേപ്പർ ഒഴിവാക്കുക. പിന്നെ ഓരോന്നിനും വെക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ആ രീതിയിൽ ആ സ്ഥലത്ത് തന്നെ അത് വെക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ സാധനങ്ങൾ എവിടെയാണ്, അല്ലേ? അങ്ങനെയൊക്കെ പ്രക്രിയ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഓഫീസിലൊക്കെ സാധാരണ ചെയ്യാറുള്ള കാര്യമാണ്. അപ്പോൾ ഡെത്ത് ക്ലീനിങ് എന്നത് വാർദ്ധക്യകാല ജീവിതത്തിൻ്റെ തുടക്കത്തിലാണ്. ഓക്കെ, ക്ലീൻനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് എന്ന് പറയാറില്ല, നമ്മൾ കേട്ടില്ലേ? ദൈവത്തിന് ഈ ശുചിത്വം എന്നുള്ളത് ദൈവത്തിൻ്റെ അടുത്തൊരു കാര്യമാണ് എന്നൊരു ആശയമുണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു ആശയം ഇവിടെ വളരെ പ്രസക്തമാണ്. വാർദ്ധക്യകാല ജീവിതത്തിൻ്റെ തുടക്കത്തിലാണ് ഡെത്ത് ക്ലീനിങ് നടക്കേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വാർദ്ധക്യകാലത്ത് നമ്മൾ വേണ്ടാത്ത വസ്തുക്കൾ, പഴയകാല യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന സൂട്ട് കേസുകൾ, പെട്ടികൾ, പഴയ വസ്ത്രങ്ങൾ, ജോലിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, പഴയ പുസ്തകങ്ങൾ, ആഭരണങ്ങൾ, പഴയ വാഹനങ്ങളും വാഹന ഭാഗങ്ങളും, പാത്രങ്ങൾ, ആഡംബര വസ്തുക്കൾ, അതുപോലെ ഫർണിച്ചറുകൾ, സമ്മാനം കിട്ടിയ വസ്തുക്കൾ, മറ്റു കൗതുക വസ്തുക്കൾ എന്നിവയൊക്കെ തരംതിരിക്കലിന് വിധേയമാക്കണം. നമ്മൾ വിധേയമാക്കുന്നു. അത് ആ പ്രക്രിയപ്പെട്ടതാണ്. അത് ഡെത്ത് ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. എല്ലാം കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നൊരു സ്വഭാവത്തിന് മാറ്റം ഉണ്ടായാൽ മാത്രമേ തരംതിരിക്കൽ ഫലപ്രദമാകുകയുള്ളൂ. ആദ്യമായിട്ട് തിരിച്ച വസ്തുക്കളെ കുറിച്ചുള്ള വിവരം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അറിയിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് തരംതിരിച്ചത്, എന്തൊക്കെയാണെന്നുള്ളത്. ഉപയോഗയോഗ്യമായ വസ്തുക്കൾ അവർക്ക് നൽകുന്നു. ചാരിറ്റി ഹോമുകൾക്ക് ദാനമായി നൽകുന്ന രീതിയും വീടിന് പുറത്ത് മറ്റുള്ളവർക്ക് ഉപയോഗമായ വസ്തുക്കൾ, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന യൂസ്ഫുള്ളായിട്ട് വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന രീതിയും നിലവിലുണ്ട്. ആവശ്യമുള്ളവർ എടുത്തുകൊണ്ട് പോയിക്കൊള്ളും. പുസ്തകങ്ങൾ ലൈബ്രറിയെ ഏൽപ്പിക്കാം. ഉപയോഗശൂന്യമായ വസ്തുക്കൾ ആക്രിക്കടയിലേക്ക് നൽകുകയോ ശേഷിക്കുന്നവ നശിപ്പിക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ പഴയ വസ്തുക്കളിൽ തുടർന്നുള്ള ജീവിതത്തിന് വേണ്ടവയും വികാരപരമായ പ്രസക്തിയുള്ളവയുമായ അത്യാവശ്യ വസ്തുക്കൾ സംരക്ഷിക്കുന്നു. ഡെത്ത് ക്ലീനിങ്ങിൽ കൂടി ദാനം ഒഴിവാക്കൽ, അത്യാവശ്യ വസ്തുക്കളുടെ സംരക്ഷണം എന്നിവ നമ്മൾ തന്നെ നിർവഹിക്കുന്നു. നമ്മുടെ സ്വത്തുക്കളും ഡെത്ത് ക്ലീനിങ്ങിന് വിധേയമാക്കണം. അവശിഷ്ട ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക അടിത്തറ സൃഷ്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണം ഫിക്സഡ് ഡിപ്പോസിറ്റോ അല്ലെങ്കിൽ ആവശ്യ നേരത്ത് അനായാസം പണമാക്കി മാറ്റാവുന്ന മറ്റ് നിക്ഷേപങ്ങളായിട്ടൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പണം ലഭ്യമാണെങ്കിൽ കടങ്ങളൊന്നും അവശേഷിപ്പിക്കരുത്. കടങ്ങളും ഒഴിവാക്കണം. അത് നമ്മുടെ മക്കൾക്കൊരു ബാധ്യതയായിട്ട് നമ്മളൊരിക്കലും വെക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത സ്വത്തുകൾ വീതിച്ച് നൽകുകയോ അതുപോലെ തന്നെ മരണപത്രം എഴുതി വയ്ക്കുകയോ ഒക്കെ ചെയ്യണം. ഡെത്ത് ക്ലീനിങ് എന്നത് ഒഴിവാക്കലുകൾ മാത്രമല്ല, അർത്ഥവത്തായ ചില തരത്തിലുള്ള കൈമാറലുകൾ കൂടിയാണ്, അല്ലേ? ആ കൈമാറ്റം കൂടിയാണ് ഡെത്ത് ക്ലീനിങ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വെളിച്ചം വിതറട്ടെ ഓരോരുത്തരുടെയും വാർദ്ധക്യകാല ജീവിതം സുരക്ഷിതവും ലളിതവും സമാധാനപൂർവ്വവും ആവട്ടെ. ആവശ്യമില്ലാത്തവയുടെ നമുക്ക് കൃത്യസമയത്ത് യാത്ര പറയാം. കൈമാറേണ്ടത് കൃത്യസമയത്ത് തന്നെ കൈമാറാം. മറ്റുള്ളവർക്ക് നമ്മെപ്പറ്റി ഓർക്കാനുള്ള കാരണം മാത്രം മറ്റവരുടെ മനസ്സിൽ അവശേഷിപ്പിച്ചുകൊണ്ട് നമുക്ക് വിട പറയാം. പോയേ പറ്റൂ, അല്ലേ? ഓരോ ദിവസം അത് മനസ്സിലാക്കി തയ്യാറെടുപ്പിൽ ജീവിക്കുക. മറ്റവർക്ക് നമ്മളൊരു ബാധ്യതയാവാതെ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മൾ ചെയ്യുന്ന അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നതും നമുക്ക് ആവശ്യമുള്ളത് മാത്രം വയ്ക്കുകയും വേസ്റ്റും വേണ്ടാത്തതും യൂസ്ഫുൾ അല്ലാത്ത പല സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് തരംതിരിക്കുകയും കൊടുത്താൽ എല്ലാവർക്കും എളുപ്പമാകും. ഈ ഡെത്ത് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും
ഇപ്പോൾ വൃദ്ധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പലർക്കും വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. കാരണം ഏത് നിമിഷമാണ് നമ്മൾ മരിക്കുക, ഏത് നിമിഷം ഇതുവരെ ഉണ്ടാവും നമുക്കറിയില്ല. അപ്പം നമ്മളൊരു ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് ചെയ്തിട്ട് നമ്മൾ ഒക്കെ കറക്റ്റാക്കി വെക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി ആവാൻ, പിന്നെ നമുക്കും ബാധ്യതയില്ലാതെ മനസ്സമാധാനത്തോടെ ബാക്കി സമയം നമ്മളൊരു വിഷമമില്ലാതെ ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ എപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് കാണും, ഒരു റെസ്റ്റ്ലെസ്നെസ്. അത് ശരിയായില്ലല്ലോ, ഇതുണ്ടല്ലോ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ആ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് നമുക്ക് ഉള്ള സമയം സന്തോഷപ്രദമാക്കാം. നമുക്ക് ഈ ഭൂമി വിട്ട് തിരിച്ചു പോകാൻ പറ്റും. ഇത് ഓരോ പ്രായമായി വരുന്ന ആളുകൾ 60 കഴിഞ്ഞ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. അപ്പം ഈ ഒരു വിവരങ്ങളൊക്കെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുവരെ സൈനിങ് ഓഫ്, സുരേഷ് പൂന്നൂർ, പൂനെ.